ദൃശ്യത്തിന്റെ ഒപ്പം ഒരു സിനിമ റിലീസ് ചെയ്യുന്നു. ഞാൻ പറയുന്നത് ഒരു രീതിയിൽ കോമ്പറ്റീഷൻ ആയിട്ടല്ല, എന്നാലും അതിനൊരു വേണ്ട, അതിനൊരു ആ കോണ്ടന്റിൽ ഒരു വിശ്വാസം വേണ്ട. പവിചേട്ടന്റെ വഴി എടുക്കുകയാണെങ്കിലും ഓഡിഷനിലൂടെ തുടങ്ങി ഷോർട്ട് ഫിലിംസിലൂടെ പല പല കാര്യങ്ങൾ വെറൈറ്റി ആയിട്ട് അറ്റംപ്റ്റ് ചെയ്ത് അവരും ഇന്ന് ഡയറക്ടേഴ്സാണ്. പവിചേട്ടനും ഇന്ന് വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ്. അവരുടെ കൂടെ നിൽക്കുന്നു. അപ്പൊ പുതിയൊരു സെറ്റ് ഓഫ് ടാലന്റിനെ വെൽക്കം ചെയ്യുന്നു. ഹൗ ഡസ് ഇറ്റ് ഫീൽ? നമ്മൾ ഇവരുടെ ഹ്യൂജ് ഫാനാണ്. ഇപ്പം തുടക്കത്തിൽ ഇഗ്നോറന്റ് ആയിരുന്നു, ബട്ട് ഹ്യൂജ് ഫാനായി മാറി. അത് അവരുടെ ഈ വിഷ്ണു ഇപ്പൊ പറഞ്ഞ പോലെ അവരുടെ പ്യുവർ മെറിറ്റിലാണ്. അതെ അതെ, ഒരു ഗിമിക്കിലൂടെയല്ല. ഇന്ന് അവര് ഒരു പ്രിവിലേജും ഇല്ല. അവര് മാത്രമല്ല, അവരിത് എയിം ചെയ്തതല്ല. അതുകൊണ്ട് എന്റെ ബ്യൂട്ടി ഉണ്ട്. സത്യസന്ധമായി അവര് നമ്മളെ ആസ്വദിപ്പിക്കാൻ വേണ്ടി അവർ ചെയ്ത് അവരുടെ ടൈം പാസുകളായിരിക്കാം പിന്നെ കേരളം ഫുൾ മെജോറിറ്റി ഫാൻസായി മാറിയത്. അപ്പൊ അവരോടൊപ്പം ഒരു സിനിമയിൽ ഭാഗമാവാൻ അവസരം കിട്ടിയപ്പോൾ ഞാനാണ് വളരെ എക്സൈറ്റഡ് ആയത്. ബിബിനോട് പറഞ്ഞ കാര്യം, ബിബിനാണ് ഇതിന്റെ മാസ്റ്റർ മൈൻഡ്. എന്തൊക്കെ പറഞ്ഞാലും ബിബിൻ എന്ന് പറയുന്ന വളരെ ഒരു വിഷണറി വ്യക്തിയാണ്. അത് അദ്ദേഹത്തിന്റെ സിനിമകൾ കാണുമ്പോഴും മനസ്സിലാവും. അപ്പൊ ആ വിഷനിൽ ആണ് ഇവരൊക്കെ വാഴ 2 എത്തുന്നത്. ഞാൻ അതിൽ ഒരു 3-4 സീനുള്ളൊരു ഇവരുടെ ഒരു ടീച്ചറിന്റെ വേഷമേ ചെയ്യുന്നുള്ളൂ. പക്ഷെ എന്നാൽ കൂടിയും ഇവരോടൊപ്പം ഈ പ്രൊമോഷൻ ഇരിക്കുമ്പം ഐ ആം ഫീലിംഗ് പ്രിവിലേജ്ഡ്. ബിക്കോസ് ഓരോ കാലഘട്ടത്തിനും ഓരോ കണ്ണ് വേണം. അന്ന് എന്താണോ ഏറ്റവും നന്നായി സിനിമയെ സംബന്ധിച്ച് അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് എന്തായാലും നന്നായി വിഷ്വലി സെല്ല് ചെയ്യുക എന്ന് അറിയാവുന്ന ഒരു കണ്ണ്, അത് ഇവർക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ നന്നായിട്ടുണ്ട്. അത് ഇവര് വഴി ഇവർ പലപ്പോഴും അലനാണ് എന്നെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. ഷൂട്ടിന്റെ സമയത്ത് എടാ ഞാൻ ചോദിക്കും ഇത് എന്താണ്, ഇതിങ്ങനെയാണ്. അല്ലാത്ത അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, വാട്സാപ്പിലൊക്കെ ഞാൻ ചോദിച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ അവരെ അധികം ഡിസ്റ്റർബ് ചെയ്യില്ല. പക്ഷെ എന്നാൽ കൂടിയും ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട്. നാളെ അവരും എന്താ പറയാ അടുത്ത ഒരു ടാലന്റിനോടൊപ്പം. സോ ഇറ്റ് ഈസ് അതൊരു സൈക്കിൾ ആണല്ലോ. അതെ അതെ, ഞാൻ ആലോചിച്ച് നോക്കുമ്പോഴേ കുറച്ച് ക്രിയേറ്റേഴ്സ് വർക്കലയിൽ നിന്ന് ഫോണിൽ ഒരു കാര്യം ഷൂട്ട് ചെയ്യുന്നു, ഹെൽത്തി കുട്ട എന്നുള്ള വീഡിയോ ആണ്, അത് നെറ്റ്ഫ്ലിക്സ് ആണ് കമന്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ലോക്കലി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കോണ്ടന്റ് എത്രമാത്രം ഇന്റർനാഷണൽ ആവുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു പ്യുവർലി ഓൺ മെറിറ്റ്. കറക്റ്റ്. വെൽക്കം ടു മലയാളം സിനിമ. വലിയ ഫാനാണ് ഞാനും ഈ ക്യാമറയ്ക്ക് പിറകിലിരിക്കുന്ന എല്ലാവരും, എല്ലാ ആളുകളും അവരൊക്കെ തലയാട്ടുന്നുണ്ട്. അപ്പൊ എത്രമാത്രം എന്താ പറയാ, ഒരു നമ്മൾ പുതിയൊരു കാര്യം അറ്റംപ്റ്റ് ചെയ്യാണല്ലോ വലിയ സ്കെയിലിൽ, വലിയ ബഡ്ജറ്റിൽ, എത്രമാത്രം ഉള്ളിൽ ടെൻഷൻ ഉണ്ട്? ആദ്യമായിട്ട് ചെറിയൊരു ഇതുണ്ട്, ഇതെന്താവുമെന്ന് അറിയില്ല. പടം ഇറങ്ങി ആൾക്കാരുടെ അഭിപ്രായത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. അപ്പൊ അതിന് മുന്നേ എന്താണെന്ന് കറക്റ്റ് അറിയില്ല. അവര് കണ്ടാലേ കറക്റ്റ് നമുക്കും ആ ഉത്തരം കിട്ടും, നമ്മൾ എന്താണ് ചെയ്തത്, ചെയ്ത് വെച്ച കാര്യങ്ങളെല്ലാം. ഹാഷിറിന്റെ പേരിൽ കുറെ അധികം ഫാൻ പേജുകള്, ഇപ്പൊ ഒരു പുതിയ ക്രിയേറ്റർ ഉണ്ടാവുകയാണെങ്കിൽ ഹാഷിറിന് ശേഷം ഇവൻ കൊള്ളാം അങ്ങനെയൊക്കെ ഒരു ബെഞ്ച് മാർക്കിലൊക്കെ ആളുകൾ കമന്റ് ചെയ്യുക, ആളുകള് ഇങ്ങനെ ഒരാൾക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാവും എന്നൊക്കെ പറയാം നിങ്ങളുടെ ടീമിന് മൊത്തത്തില്. ഇതൊക്കെ കാണുമ്പോൾ ഞാൻ വളരെ ഉത്തരവാദിത്തത്തോടുകൂടി മുന്നോട്ട് പോകണം അങ്ങനെ ഒരു തോന്നലൊക്കെ ഉള്ളിൽ വരുന്നുണ്ടോ? അതെ 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 അതെ, കാര്യം ആൾക്കാർ ശ്രദ്ധിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടായി. നേരത്തെ നമ്മള് ഒരു ഇപ്പൊ എത്രയെന്ന് പറഞ്ഞാലും നമ്മള് സിമ്പിളായിട്ട് കണ്ടാൽ മതി, നമ്മൾ നമ്മളായിട്ട് നിന്നാ മതി എന്ന് പറഞ്ഞാലും നമ്മൾ നമ്മളായിട്ട് നിൽക്കേണ്ട സ്ഥലത്തെ നമ്മൾ അങ്ങനെ നിൽക്കത്തുള്ളൂ. അതായത് നമ്മള് പുറത്ത് ഒരിക്കലും അങ്ങനെ നിൽക്കാറില്ല. കാര്യം അതൊരു പൊതു സ്ഥലമാണെന്ന് അറിയാവുന്നതുകൊണ്ട് ചിലപ്പോൾ അത് പല രീതിയിൽ അത് എതിർപ്പ് വരും. എനിക്ക് ഇവരുടെ പേഴ്സണലി ഭയങ്കര ഇന്ററപ്റ്റ് ചെയ്തതിൽ ക്ഷമിക്കണം, ഭയങ്കര റെസ്പെക്ട് തോന്നി. കുറച്ച് ഇവരുടെ പെർഫോമൻസ് ടൈമിലുണ്ട്, ഇല്ലാന്നല്ല. അല്ലാതെ ഇവരുടെ ഒരു മൊത്തത്തിൽ ഒരു പരിപാടി, ഇവർ അറ്റൻഷൻ സീക്കേഴ്സ് അല്ല. അല്ല 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 അത് ഒരുപാട് മതിപ്പുണ്ടാക്കിയ ഒരു കാര്യമാണ്. കണ്ടിന്യൂ. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതായത് ഒരു വീഡിയോ ചെയ്ത് തുടങ്ങിയ സമയത്ത് നമ്മള് ഒരു ചെറിയ ചീത്തകള് വിളിക്കുമായിരുന്നു, ഇല്ലെന്നല്ല, വിളിക്കരുത്. കാര്യം അത് നമ്മളിടയിൽ വിളിക്കുന്നുണ്ട്. ഇപ്പൊ നോർമൽ ലൈഫിൽ നമ്മൾ പല വാക്കുകൾ ഉപയോഗിക്കും. നമ്മൾ കാറിൽ പോകുമ്പം ചിലപ്പോൾ കാറിലൊക്കെ നമ്മുടെ വരുമ്പോഴേക്കും ഇവനായിരുന്നു ഇത് എന്ന് തോന്നും. കാര്യം അവിടെ നമ്മൾ വേറെ രീതിയിൽ അത്രയും ഇപ്പൊ ഒരു വീഡിയോ നമ്മളിപ്പോ ഒരു 5-6 പേരാണ് ഇവിടെ ഇരിക്കുന്നെങ്കിലും ഇത് പോണത് എത്രയും ലക്ഷം ആൾക്കാരുടെ ഇടയിലാണ്. അപ്പൊ നമ്മളൊരു സ്റ്റേജിൽ കയറി പ്രസംഗിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ സൂക്ഷിക്കണം, അതൊക്കെ നമ്മളൊരു ഇന്റർവ്യൂവിലും സൂക്ഷിക്കണം. ഇന്റർവ്യൂ മാത്രമല്ല, ഒരു വീഡിയോയിലും. ഒരു 3 പേരാണ് ഒരു വീഡിയോ ചെയ്യുന്നത്, അത് കാണുന്നത് ഒരു സ്റ്റേജിൽ നിൽക്കുന്നതിനെക്കാട്ടി ആൾക്കാരാണ് ആ വീഡിയോ കാണുന്നത്.
8M അല്ലെ 9M ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഓരോ വാക്കും അത്ര ആൾക്കാരെ ഇടയിൽ പോവേ. അതായത് അവൻ ആ വാക്ക് വീണ്ടും കാണാം എടുത്തെടുത്ത് കണ്ടുകൊണ്ടിരിക്കും. ആണെങ്കിൽ അവന് വേണമെങ്കിൽ അതിൽ അഭിപ്രായം പറയാം. അപ്പോൾ ചുമ്മാ പറഞ്ഞു പോണ ഒരു പരിപാടിയല്ല. അല്ലല്ല. അതുകൊണ്ട് ആദ്യം നമ്മൾ ഇങ്ങനെ ചീത്ത വാക്കുകൾ ഉപയോഗിക്കുമായിരുന്നു. പിന്നെ നമ്മൾ വീഡിയോസ് ഞാൻ കണ്ടിട്ടില്ലല്ലോ. അതായത് അങ്ങനെ 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 ചീത്തയല്ല, അങ്ങനെ ലോജിക്കലി പറയുന്ന ചില നല്ല ചീത്ത നമ്മളിപ്പോ ലൈവായിട്ട് സംസാരിക്കുന്ന വായിന്ന് വരുന്ന ചെറിയ ചെറിയ മനസ്സിലായിട്ടില്ല. അത് പിന്നെ ഞങ്ങൾ അതും വീഡിയോ അങ്ങനെയല്ല. അത് റിമൂവ് ചെയ്തു. ഞാൻ കണ്ടതിലൊന്നും അങ്ങനത്തെ ഒന്നും താഴെ പോയി കിട്ടും. അപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ ആലോചിച്ചിരിക്കും, ഇവിടെ നമ്മൾ അന്ന് ഇങ്ങനെ പറഞ്ഞില്ല. അതാ 10K വ്യൂ കിട്ടിയാലും 10,000 പേരാണ്. 10,000 പേരാ. അതെ, ഹ്യൂജ് ആണ്. അത് 10,000 പേര് കണ്ടാൽ അത്രയും പേർക്ക് അത് ഇടയിൽ അത് എത്തി. അതൊരു വലിയ കാര്യം തന്നെയാണ്. അതിപ്പോ 10 ആയാലും 1K ആയാലും 1000 പേര്. നമ്മളിപ്പോ ഒരു കല്യാണത്തിന് എത്ര പേരാണ് ചേട്ടാ? 2000 പേര് മാക്സ് 2000 എന്നൊക്കെ പറഞ്ഞ അപ്പൊ 2000 3000 അതൊരു വലിയ കാര്യം തന്നെയാണ്. 10K എന്ന് പറയുമ്പോ അത് കുറവാ തോന്നും. നമ്മളൊരു സീനിൽ 10,000 ആക്ടേഴ്സ്, സപ്പോർട്ടിങ് ആക്ടേഴ്സിനെ നമ്മൾ നിരത്തുമ്പോ അറിയാം അതിന്റെ വലിപ്പം. അപ്പോഴാണ് 1,00,000 വ്യൂവേ ഉള്ളൂ എന്ന് പറയുമ്പോ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന ഡയലോഗ് ഇതങ്ങ് ക്ലിയർ ആയിട്ട്, അല്ലെങ്കിൽ മറ്റേ പറഞ്ഞ ക്ലിയർ ആയില്ല. ചീത്ത വിളിക്കുന്ന അല്ലെങ്കിൽ പിന്നെ അതവിടെ കിടക്കും. അതായത് ചീത്ത വിളിക്കുന്ന വാക്കുകൾ ചെറുതായിട്ട് യൂസ് ചെയ്യുന്നു. പിന്നെ നമ്മൾ കുറച്ച് വീഡിയോ കഴിഞ്ഞ് വന്നപ്പം ഇത് കൊച്ചു മക്കളും ഈ പ്രായമുള്ളവരും കാണുന്നുണ്ട്. അപ്പൊ നമ്മളത് ചെയ്താ അത് ഇൻഫ്ലുവൻസ് ആവും. അത് അങ്ങനെ ആവുന്നോണ്ട് കുറച്ച് കാര്യങ്ങൾ നമ്മളങ്ങ് ഒതുക്കി. പിന്നെ നമ്മളല്ലാതെ ചെയ്തു. പക്ഷെ നമ്മളെ വീഡിയോയിൽ അങ്ങനെ ചെയ്യുന്നെന്ന് വിചാരിച്ചൊരിക്കലും റിയൽ ലൈഫ് അങ്ങനെയല്ല. ഈ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത് എന്നുള്ള ആ ഡയലോഗ്, ഐ മീൻ ആ ഒരു ഇത് നമ്മുടെയൊക്കെ റിയൽ ലൈഫിൽ ഭാഗമായി തുടങ്ങി. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഭയങ്കര ഒരു വലിയ നമ്മുടെ മനസ്സിനെ പിടിച്ചു കൊടുക്കുന്ന ഒരു കൊലപാതകമൊക്കെ നടക്കുകയാണെങ്കിൽ അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഒരു ലിംഗോല് വരിക എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ എന്താടാ നമ്മൾ ദാസ നമുക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നാൻ വരുന്നത് എന്നുള്ള പോലെയൊക്കെ തന്നെ ആയിപ്പോയി ആ ഡയലോഗ്. ഈ ന്യൂസ് ചാനൽസ് അത് ഉപയോഗിക്കാൻ തുടങ്ങി. എന്തൊക്കെയാണ് കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത് പറയുന്നത്. ഇതൊക്കെ കാണുമ്പോൾ അലനും ഹർഷറിന്റെ ഫീലിംഗ് എന്തായിരുന്നു? ഭയങ്കര സന്തോഷമാണ്. കാര്യം ഒരുപാട് പേർക്ക് ഇടയിൽ അത് എത്തി എന്നാലോചിച്ച് ഭയങ്കര സന്തോഷം. ഒന്നത്തെ കാര്യം, നമ്മൾ ഈ ഡയലോഗ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നാളെ നമുക്കിത് ട്രെൻഡ് ആക്കണം, ആൾക്കാരുടെ സംസാരിക്കണം എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഡയലോഗ്സ് എല്ലാം ഒന്നും നമ്മൾ സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നത്. അതിപ്പം പറഞ്ഞ് എന്തൊക്കെയാണ് കൊച്ചുകളിൽ പറയുമ്പോഴത്തേക്ക് അതിന് റിപ്ലൈ ആയിട്ട് എനിക്ക് വരുന്ന ഒരു ഡയലോഗ് എന്തൊക്കെയാണ് എന്ന് ഞാൻ അവിടെയാണ് അതൊരു ഇതുണ്ടാവുന്നത്. അത് റിയൽ അല്ലാണ്ട് അത് ട്രെൻഡിങ് ആവാനോ ആൾക്കാർക്കിടെ എത്തിയാൽ സംസാരിക്കാൻ വേണ്ടോ ഒന്നും ഒരിക്കലും ഉണ്ടാക്കുന്ന ഡയലോഗ്സ് അല്ല ഞങ്ങൾ ഉണ്ടാക്കുന്നതാണ്. പിന്നെ ചില വീഡിയോസ് ചിലപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുന്ന ചില റീലിന്റെ ചില ഡാൻസ് ഇതൊക്കെ അതും പ്ലാൻഡ് അല്ല. അതും ഞങ്ങൾ ചിലപ്പോൾ അവിടെ സ്പോട്ടിൽ വന്നിട്ട് നമുക്ക് ഇന്ന് ഇങ്ങനെ ഒരെണ്ണം ചെയ്യണം, പിന്നെ അത് ആൾക്കാർക്കിടെ എത്തുന്ന ഒന്നും ഞങ്ങൾ ഉണ്ടാക്കുന്നത് ട്രെൻഡിങ്ങിന് വേണ്ടിയിട്ടല്ല. ആൾക്കാർ അത് ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഭയങ്കര സന്തോഷമാണ്. ഒരുപാട് പേരത് ഇപ്പൊ വലിയ ആക്ടേഴ്സ് ആയ പോലും ചിലപ്പോൾ അവരുടെ എന്തൊക്കെയാണ് കൊച്ചുകൾ നടക്കുന്നത് പറയണ്ട. ടോവിനോ ചേട്ടനൊക്കെ പറയുന്നുണ്ട്. അത് വിഷ്ണു പറഞ്ഞ കറക്റ്റ്. ഒരു മെയിൻ ചാനൽ പേര് പറയുന്നില്ല, അവരുടെ കാർഡിലൊക്കെ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത് എന്ന് പറയുന്ന അവരുടെ ഒരു വലിപ്പം. അതുപോലെ ഇപ്പൊ ആര് ഷുഗർ കട്ട് എടുത്താലും ആര് ഡയറ്റ് നോക്കിയാലും ഹെൽത്തി കുട്ടാണ്. ഈ മന്തിയുടെ ഇവരുടെ വീഡിയോസ് ഇല്ലേ, എനിക്ക് ഒരുപാട് എനിക്ക് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ളതുകൊണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, റിലേറ്റബിൾ ആയിരുന്നു.